ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മരിയാജോ. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് കരുമണ്ണൂർ ഇടവകാംഗമാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അച്ഛൻ ഹെഡ് മാസ്റ്റർ, അമ്മ സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. അനിയൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അനിയത്തി 6ാം ക്ലാസ്സിലും. ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം എന്നൊക്കെ പറയുമ്പോൾ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പ കാലഘട്ടങ്ങളിൽ എല്ലാ കുട്ടികളെയും പോലെ സിനിമയുടെയും TV-യുടെയും ഒരു ലോകത്ത് നടന്നിരുന്ന ഒരു ബാല്യകാലമായിരുന്നു എൻ്റേത്. അന്ന് ഒരേ സമയം 2-3 സിനിമയൊക്കെ റിമോട്ടിൽ ഞെക്കി മാറ്റി മാറ്റി കാണുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ജപമാല ചൊല്ലാൻ വിളിച്ചാലൊന്നും അമ്മേനെ ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല. അപ്പോഴും ആ സിനിമയുടെ ലോകത്തിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോഴും ആ കാലഘട്ടത്തിലൊന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കാര്യമായ ബോധ്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നും എൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായിരുന്നു. അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമായിരുന്നു. അന്ന് അവരെ പോലെ തന്നെ ഞാനും ആ കൂടെ ഇരിക്കും. അതിനപ്പുറത്തേക്ക് മറ്റൊരു ബന്ധങ്ങളും പരിശുദ്ധ അമ്മയുമായി എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ സ്കൂള് മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പുതിയ സ്കൂള്, പുതിയ കൂട്ടുകാർ, അതൊക്കെയായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് ഒട്ടും പറ്റിയില്ല. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കരങ്ങളിൽ ഈ ജപമാല എടുത്തത്. അന്ന് ആദ്യമായിട്ട് ഈ ജപമാല എടുത്തത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥന കൂടാതെ ഒരു ജപമാല കൂടി ചൊല്ലാൻ തുടങ്ങി. അന്ന് വരെ പരിശുദ്ധ അമ്മയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അന്നു മുതൽ ഒരു ജപമാല കൂടി കൂട്ടിനെത്തി. പക്ഷേ അപ്പോഴും കാര്യമായ ബോധ്യങ്ങളൊന്നുമില്ല. പരിശുദ്ധ അമ്മ ആരെന്നോ എന്തിനാണ് ഈ ജപമാല ചൊല്ലുന്നതെന്നോ കൃത്യമായ കാഴ്ചപ്പാടുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ കൊച്ചു പ്രായത്തില് ആ 7ാം ക്ലാസ്സുകാരിക്ക് അന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയത് പരിശുദ്ധ അമ്മയോടായിരുന്നു. മറ്റാരോടും പ്രാർത്ഥിക്കാൻ തോന്നാതെ അമ്മയിലേക്ക് ഞാൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അന്ന് പരിശുദ്ധ അമ്മയാണ് എന്നെ തെരഞ്ഞെടുത്തത്. അന്നു മുതൽ പരിശുദ്ധ അമ്മ എന്നെ വിളിച്ചു, അമ്മയോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ അന്നു മുതൽ തുടങ്ങിയ ആ ജപമാല ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ സിനിമയോടുള്ള അഡിക്ഷൻ, ആ TV-യോടുള്ള ഒരിഷ്ടം, അതെല്ലാം ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ശരിക്കും ആ 1 വർഷക്കാലം അന്നും ജപമാല ചൊല്ലുന്നതിനോടൊപ്പം തന്നെ TV-യിലും സിനിമയിലും എല്ലാം മുഴുകിയിരുന്ന എന്നെ ഞാൻ അറിയാതെ, ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിലെ ആ ദുശീലത്തെ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കോവിഡിന്റെ സമയമെത്തി. +2 കാലഘട്ടത്തില് വളരെ അപ്രതീക്ഷിതമായി പരിശുദ്ധ അമ്മ എന്നെ പാലാ രൂപതയിലെ ക്രിസ്തോസ് ഗ്രൂപ്പിലേക്ക്, യുവജനങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിച്ചു. ക്രിസ്തോസ് ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ലിൻസി ചേച്ചിയിലൂടെ ആ ഗ്രൂപ്പില് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം വളർന്ന് ആ ബന്ധത്തിലൂടെ ഈശോയിലേക്ക് എത്തുന്ന ഒരനുഭവം. അന്ന് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും 2-3 ജപമാല അത് വ്യക്തിപരമായി ചൊല്ലുക എന്നത് നിർബന്ധമായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കണം, വചനം വായിക്കണം, വചനം എഴുതണം. അതുകൂടാതെ കൃത്യമായിട്ട് പ്രെയർ അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നിബന്ധനകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് കൂടുതൽ ജപമാലകൾ ചൊല്ലാൻ തുടങ്ങിയത്. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ അറിയാതെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നൊരു ആഗ്രഹം വരാൻ തുടങ്ങി. അങ്ങനെ ഈ ഗ്രൂപ്പിലൂടെ കിട്ടിയ ബോധ്യവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദിവസവും ഞാനും അമ്മയും കൂടി എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് നടന്നുപോയി ആ അൾത്താരയോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും പരിശുദ്ധ അമ്മ വലിയൊരു അനുഗ്രഹം ഒരുക്കി വെച്ചിരുന്നു. അവിടെ ലോക്ക്ഡൗൺ സമയത്തും എല്ലാ ദേവാലയങ്ങളും അടച്ചിട്ട ആ സമയത്തും എൻ്റെ ഇടവക ദേവാലയം തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കോവിഡിന്റെ സമയത്തും എല്ലാ ദിവസവും മുടങ്ങാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ മാസം എത്തി. ഒക്ടോബർ മാസം എത്തിയപ്പോൾ ഞങ്ങളുടെ ദേവാലയം ഒരു ഫൊറോനയാണ്. അവിടെ വളരെ ശക്തമായ ഒരു കൊയർ ടീമുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്.
അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ സാധാരണ പോലെ വിശുദ്ധ കുർബാനയ്ക്ക് എത്തുന്നു. അങ്ങനെ സെപ്റ്റംബർ 30 എൻ്റെ ഇടവക ദേവാലയത്തിലെ വികാരിയച്ഛൻ സ്റ്റാൻലി പുൽപ്പറയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, മരിയ നാളെ തൊട്ട് ജപമാല ചൊല്ലണം. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. സന്തോഷം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അതുവരെ എൻ്റെ ഇടവക ദേവാലയത്തിലെ ഒരു പ്രവർത്തനങ്ങളിലും ഉൾപ്പെടാതിരുന്ന ഞാൻ ഒരു മൈക്കെടുത്ത് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും ചെല്ലാൻ പറ്റാതിരുന്ന എന്നെ കൊണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ ഇടവക ദേവാലയത്തിൽ ആ ജപമാല മാസത്തിൽ 10 ദിവസവും ജപമാല ചൊല്ലാനുള്ള വലിയൊരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ ആ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ 10 ദിവസവും ഞാൻ തന്നെ എൻ്റെ ഇടവക ദേവാലയത്തിൽ ആ മൈക്ക് എടുത്തു പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നിന്ന് ജപമാല ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിക്കാൻ പരിശുദ്ധ അമ്മ ഒരു കൃപ ഒരുക്കി തന്നു. അപ്പോഴും എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഒരു യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല അവിടെ നിൽക്കാനുള്ള ഒരു കഴിവോ പ്രാപ്തിയോ എനിക്കില്ല. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തി. അതിനുശേഷം ആ മാസത്തിന്റെ അവസാന ദിവസം വളരെ ആഘോഷമായിട്ട് എൻ്റെ ഇടവക ദേവാലയത്തിൽ ജപമാല അർപ്പിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ദിവസം എത്തി. അന്ന് ഭക്തസംഘടനാ ഭാരവാഹികളെല്ലാം എത്തി. വളരെ ആഘോഷമായ കാഴ്ചവെപ്പും പരിശുദ്ധ കുർബാനയും എല്ലാം ഉള്ള ആ ദിവസം ഞാൻ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയി. അന്ന് ഞാനായിരിക്കില്ല ജപമാല ചൊല്ലുന്നത് എന്നെനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇടവക ജനം മുഴുവനുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തിന് മുൻപിൽ എൻ്റെ ഇടവകയുടെ മുൻപിൽ ചെല്ലാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ അന്നും ആ ഭക്തസംഘടനാ ഭാരവാഹികളെല്ലാം അണിനിരുന്നപ്പോൾ എൻ്റെ ഇടവക ദേവാലയത്തിലെ കാറ്റക്കിസം പഠിപ്പിക്കുന്ന HM സിസ്റ്റർ റെജി സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നും മരിയ തന്നെ ജപമാല ചൊല്ലണം. അത് കേട്ടപ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മ എന്നെ പേര് ചൊല്ലി വിളിക്കുവാണെന്ന് ഞാൻ വീണ്ടും തിരിച്ചറിയുമായിരുന്നു. സത്യത്തിൽ എൻ്റെ കയ്യിൽ തയ്യാറെടുപ്പുകളൊന്നുമില്ല, നിയോഗങ്ങൾ എഴുതിയ പേപ്പറില്ല, ആകെ കയ്യിലുള്ളത് ഈ ജപമാല മാത്രമായിരുന്നു. അപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുവരെ നയിച്ച പരിശുദ്ധ അമ്മ ആ അവസാന ദിവസവും ജപമാല ചെല്ലാൻ എന്നെ ശക്തിപ്പെടുത്തും. അങ്ങനെ ഞാൻ ആ മൈക്കെടുത്തു. എൻ്റെ ഇടവകയിലെ എല്ലാ ജനങ്ങളും അണിനിരുന്ന ആ ദേവാലയത്തിൽ വെച്ച് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച ഈശോയുടെ മുൻപിൽ നിന്ന് ഞാൻ ജപമാല ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിച്ചു. എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ഇടവക ദേവാലയത്തിൽ എന്നെ ഉയർത്തി. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ ഒരു ക്രിസ്തുസ് ഗ്രൂപ്പിലൂടെ എനിക്ക് ആവശ്യമായ ബോധ്യങ്ങളെല്ലാം തന്ന് ആ ജപമാലയുടെ ശക്തി എന്തെന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ ദുശീലങ്ങൾ ഉണ്ടാവാം, പല പാപ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന് പകരം നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. നമ്മുടെ കയ്യിലുള്ള ഈ ജപമാല എടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. നമ്മെ എടുത്ത് ഉയർത്താൻ തക്ക ശക്തിയുള്ള ഒരു അഭയ കേന്ദ്രമാണ് ഈ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം നേരിട്ട ഒരു വലിയ അനുഗ്രഹം, അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയിലൂടെ വാങ്ങിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മ അന്ന് മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അപ്പയും എന്നെയും വിളിക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ജപമാല ചൊല്ലി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു സ്ഥലം വാങ്ങി. എൻ്റെ അമ്മയ്ക്ക് അത് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തെ ചൊല്ലി ഒരു ഇഷ്യൂ വന്നു. ഒരു വ്യക്തി ആ സ്ഥലം വാങ്ങിക്കാനായി എത്തി. അത് വിൽക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ഒരാവശ്യത്തിന് വേണ്ടി അദ്ദേഹം ആ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ പപ്പ ആദ്യം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു തുക അങ്ങ് പറഞ്ഞു. വെറുതെ ഒരു തുക അദ്ദേഹം വാങ്ങിക്കുമെന്നൊന്നും ഞങ്ങൾ കരുതിയില്ല.
പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹം അതിനെ സമ്മതിച്ചു. പിന്നീടുണ്ടായ ആ പ്രോസസ്സെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ ഒരാഴ്ച കൊണ്ട് തന്നെ എഗ്രിമെന്റ് മുന്നോട്ട് നീങ്ങി. അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ നടന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പെട്ടെന്ന് എൻ്റെ കുടുംബം മുഴുവൻ വലിയൊരു ദുഃഖത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഈ സംഭവത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഈ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന സത്യം എനിക്ക് മനസ്സിലായത്. എൻ്റെ അമ്മ നിർത്താതെ കരയുന്നത് കണ്ടപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, അമ്മേ, നമുക്ക് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അന്ന് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം വഹിക്കാം. പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ ആ കരച്ചിലിനിടയിൽ എനിക്ക് നൽകിയ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ വഴി വാങ്ങിയ സ്ഥലമാണ്. ഇനി ഈ സ്ഥലം എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ അമ്മ തീരുമാനിക്കും. അപ്പോൾ അമ്മ അത് പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അമ്മ ജപമാല ചൊല്ലാൻ എൻ്റെ കൂടെ വരത്തില്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ തന്നെ നിന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഒരു വചനം തന്നു. അത് ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ഒരു വചനത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മ എൻ്റെ ഉള്ളിൽ നിറച്ചു. എല്ലാവരും ആ സ്ഥലം വിറ്റുപോയി എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് വെറുതെ വിടാൻ തോന്നിയില്ല. പരിശുദ്ധ അമ്മ ആ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം എൻ്റെ ഉള്ളിൽ തന്നു. അങ്ങനെ ഞാൻ ചേർന്നിരുന്ന ആ ക്രിസ്തോസ് ഗ്രൂപ്പിലൂടെ എനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കിട്ടിയിരുന്ന ആ ബോധ്യങ്ങളിൽ ആഴപ്പെട്ടുകൊണ്ട് കല്ല് നിരത്തി മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല പ്രാർത്ഥനയോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇടവക ദേവാലയത്തിലെ ആ വിശുദ്ധ കുർബാനയിൽ ഈ നിയോഗം സമർപ്പിക്കും. ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ഈ ആവശ്യം സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ചെയ്യുന്ന നോയമ്പും ഉപവാസവും വില കൊടുത്ത് ത്യാഗം ഏറ്റെടുത്തുള്ള ആ പ്രാർത്ഥനയിലെല്ലാം ഈ നിയോഗം ഞാൻ സമർപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അപ്പോഴും പരിശുദ്ധ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്: ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി. ദൈവത്തിൻ്റെ നീതി ഇവിടെ നടപ്പാകണം. ഇത് അവർക്ക് കിട്ടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സ്ഥലത്തെ ചൊല്ലി ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്തിമമായ തീരുമാനം അത് ദൈവത്തിൻ്റെ നീതിയായിരിക്കണം നടപ്പിലാകുന്നത്. അങ്ങനെ ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു. ഈ പ്രാർത്ഥന മുന്നോട്ട് പോയപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ആ സ്ഥലത്തിൻ്റെ പ്രശ്നത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു. ഞാൻ ലോകത്തിലേക്കോ വ്യക്തികളിലേക്കോ ആശ്രയിക്കാനായിട്ട് നോക്കിയില്ല. പരിശുദ്ധ അമ്മയിലേക്ക് മാത്രമാണ് നോക്കിയത്. അമ്മയിലൂടെ ഈശോയിലേക്ക് ഈ നിയോഗം സമർപ്പിച്ചപ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട എന്ന് ആ വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ആ സമയത്ത് കരയാനാണ് തോന്നിയത്. കാരണം പരിശുദ്ധ അമ്മ വളരെ അത്ഭുതകരമായിട്ട് അവിടെ ഇടപെട്ടു. ആ സ്ഥലത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. എഗ്രിമെൻ്റ് എല്ലാം അസാധുവാക്കി. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ വചനത്തിൽ പറയുന്നുണ്ട്, ജെറമ്യ 32:27, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ആ പരിശുദ്ധ അമ്മയിലൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊരു ബോധ്യം തന്നു. ഈ ഒരു വലിയ അനുഗ്രഹത്തിലൂടെ പരിശുദ്ധ അമ്മയിലുള്ള എൻ്റെ വിശ്വാസം അമ്മ വർദ്ധിപ്പിച്ചു തന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ക്രിസ്തോസ് ഗ്രൂപ്പിലൂടെ പരിശുദ്ധ അമ്മ എന്നെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ബോധ്യങ്ങൾ നൽകി വഴി നടത്തുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ പഠന തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അന്ന് പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു. ഞാൻ +2 പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും മാറ്റിവെച്ചിട്ട് ആ ക്രിസ്തോസ് ഗ്രൂപ്പിലൂടെ ഈശോ എന്നെ വഴി നടത്തിയ പാലാ രൂപതയിലെ YU4C എന്ന യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് എന്ന ആ കൂട്ടായ്മയിലേക്ക് എന്നെ ചേർത്ത് വെച്ചു. ആ കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഓൺലൈനായിട്ട് ഒരുമിച്ച് കൂടി നടത്തുന്ന പ്രെയർ മീറ്റിങ്ങുകളിൽ ഞാനും പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഞായറാഴ്ച ദിവസം പൂർണ്ണമായിട്ടും ഈശോയുടേതാക്കി മാറ്റി. ആ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് എൻ്റെ പഠന മേഖലയെ ഈശോയിലേക്ക് സമർപ്പിച്ച് ആ കാലഘട്ടത്തിലൊക്കെ
പരീക്ഷ വരുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമോ, പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിൽ പ്രശ്നമാകുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ വന്നപ്പോഴും ഈ സാബത്ത് ആചരണത്തിൽ അതിൽ വിശ്വസിച്ച് മുറുകെ പിടിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ എൻ്റെ +2 അവസാനഘട്ട പരീക്ഷയിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വന്നപ്പോഴും ഞായറാഴ്ച എൻ്റെ സാബത്ത് ആചരണത്തിൽ മാറ്റം വരുത്താൻ പരിശുദ്ധ അമ്മ അനുവദിച്ചില്ല. അങ്ങനെ റിസൾട്ട് എത്തിയപ്പോഴേക്കും മറ്റുള്ളവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് സാധാരണ അധ്യാപകരൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുള്ള എന്നെ എൻ്റെ മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് എന്നെ 1ാം സ്ഥാനത്തേക്ക് എൻ്റെ +2 റിസൾട്ട് വന്നപ്പോൾ 1200-ൽ 1200 മാർക്കും തന്ന് ആ ഫുൾ മാർക്കിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കരം പിടിച്ചുയർത്തി. അങ്ങനെ എൻ്റെ പഠന മേഖലയെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അമ്മയിലൂടെ ആ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് എന്നെ വളർത്തിയത് ഈ ജപമാലയാണ്. ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം നമ്മെ സഹായിക്കുമെന്ന ഒരു ഉറച്ച ബോധ്യം എൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ആ ഇടപെടലിലൂടെ എനിക്ക് മനസ്സിലായി. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോടും കുട്ടികളോടും യുവജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലും നമ്മുടെ കൂടെ നിൽക്കാൻ ഇല്ലാതെ വരുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പഠന മേഖലയിൽ പോലും പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു റോളുണ്ട്. ആ കാനായിലെ കല്യാണ വീട്ടിൽ അമ്മയായിരുന്നു ഈശോയെ വിളിച്ച് ആ വീടിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കരം പിടിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല അത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലി അമ്മയുടെ അടുത്തിരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഉത്തരം തരും. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അവിടെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പറ്റാത്തതിന് അപ്പുറത്തായിരുന്നു. എന്നെ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് പരിശുദ്ധ അമ്മ കരം പിടിച്ച് നടത്തിയപ്പോൾ അത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ യോഗ്യത കൊണ്ടോ ഒന്നുമായിരുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് അന്നേ എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ശുശ്രൂഷ മേഖലയിലെ ആദ്യ ഘട്ടം എന്ന് പറയുമ്പോൾ അതെൻ്റെ ഇടവക ദേവാലയത്തോട് ചേർന്നുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. വേദപാഠം പഠിപ്പിക്കാൻ ഒരു കാറ്റക്കിസം ടീച്ചറായിട്ട് എൻ്റെ സിസ്റ്റർ എന്നെ വിളിക്കുമ്പോൾ ക്രിസ്തോസ് ഗ്രൂപ്പിലൂടെ ആദ്യമായിട്ട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്ത ഒരു സമയമായിരുന്നു. +2 കഴിഞ്ഞ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന എന്നെ വേദപാഠം പഠിപ്പിക്കാൻ സിസ്റ്റർ വിളിച്ചപ്പോൾ ആദ്യം ഒന്ന് പകച്ചുപോയി. എന്ത് ചെയ്യണം, കുട്ടികളുടെ അടുത്ത് എങ്ങനെ വചനം പങ്കുവെക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ പക്ഷേ അതിനെ മറികടക്കാൻ തക്ക ഒരു വിശ്വാസം പരിശുദ്ധ അമ്മ ഈ ഗ്രൂപ്പിലൂടെ എനിക്ക് തന്നിരുന്നു. എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആ വചനത്തെ പങ്കുവെക്കാൻ പറ്റും എന്നൊരു ബോധ്യം പരിശുദ്ധ അമ്മ ആദ്യമേ എനിക്ക് തന്നു. ആ ഒരു ധൈര്യത്തിൽ, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ വേദപാഠ ക്ലാസ്സിലേക്ക് ചെന്നു. സത്യത്തിൽ ആദ്യത്തെ സൺഡേ സ്കൂൾ ഡേയിൽ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് കിട്ടിയത് 2ാം ക്ലാസ്സാണ്. കൊച്ചു കുട്ടികൾ അവരുടെ അടുത്ത് ചെന്ന് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കതിനെക്കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു പ്രായം. ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ചപ്പോൾ അടുത്ത നിമിഷം തന്നെ പരിശുദ്ധ അമ്മ അതിനുള്ള ഉത്തരം എനിക്ക് തന്നു. എൻ്റെ സഹോദരങ്ങൾ ഇവാനയും മാത്യൂസും ജീസസ് ഏഞ്ചൽസ് ഗ്രൂപ്പിൽ അന്നുണ്ടായിരുന്നു. അന്ന് ലിൻസി ചേച്ചി ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ജപമാല ചൊല്ലിക്കുന്നതും സുകൃത ജപം ചൊല്ലിക്കുന്നതും എല്ലാ ദിവസവും വചനം എഴുതിക്കുന്നതും വചനം വായിക്കാനുള്ള പ്രേരണ അവർക്ക് കൊടുത്ത് അവർ വായിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് എൻ്റെ കുഞ്ഞനിയൻ വരെ വചനം വായിക്കുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ ക്ലാസ്സിൽ എനിക്കും ഇതൊക്കെ സാധിക്കും എന്നൊരു ബോധ്യം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അങ്ങനെ ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ
ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം എൻ്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ക്ലാസ്സിലേക്ക് പോകാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. സാധാരണ +2 കഴിഞ്ഞ ഒരു യൂത്ത്, ആ യൂത്തിൻ്റെ കയ്യിൽ പിടിക്കാൻ മൊബൈൽ ഫോണും ടാബും ലാപ്ടോപ്പും ഒക്കെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഈ വിശുദ്ധ ഗ്രന്ഥം ഒരു നാണവും ഒരു മടിയും കൂടാതെ ധൈര്യപൂർവ്വം ഉയർത്തിപ്പിടിക്കാനുള്ള ശക്തി എനിക്ക് തന്നു. അങ്ങനെ കൊച്ചു കുട്ടികളുടെ ഇടയിലേക്ക് വിശുദ്ധ ഗ്രന്ഥം ചേർത്ത് പിടിച്ച് ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നു. പിന്നീട് ഈ കുട്ടികളിലേക്ക് എങ്ങനെ ഈ വചനം കൊടുക്കും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോഴും അതിനുള്ള ഉത്തരം പരിശുദ്ധ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ക്രിസ്തുസ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ലിൻസി ചേച്ചി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓരോ ബൈബിൾ വാക്യങ്ങൾ ഓരോ പുസ്തകത്തിൽ നിന്നും ഇട്ട് തരാറുണ്ടായിരുന്നു. എന്നും വചനം എഴുതി പരിശീലിച്ച എന്നെ കൊണ്ട് പരിശുദ്ധ അമ്മ ഈ കുട്ടികളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു വചനം ഇട്ട് കൊടുക്കാനുള്ള പ്രേരണ തന്നു. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച ഈ വചനം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ഞാൻ വരച്ചിട്ട ആ വചനങ്ങൾ ഉൽപ്പത്തി മുതൽ ഇടാൻ തുടങ്ങി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞതേ എൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മരിയയുടെ ക്ലാസ്സിൽ വചനമുണ്ടോ, വചനം ഇടുന്ന ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വചനം കൊടുക്കാനുള്ള ഒരു വാതില് അമ്മ തുറന്നു തന്നു. അങ്ങനെ ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ വചനം ഇടുന്നുണ്ട്, എന്നെ സ്പർശിച്ച വചനങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ടീച്ചർക്കും അതൊരാകാംക്ഷയായി. അങ്ങനെ ഈ വചനങ്ങളെല്ലാം ടീച്ചർക്ക് ഞാൻ അയച്ചു കൊടുത്തു. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഇടാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടികളിലേക്ക് വചനം പങ്കുവെച്ച് കൊടുക്കാൻ ഒരവസരം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അത് ആദ്യമായിട്ട് ഈ വചനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോഴായിരുന്നു. നമുക്കറിയാം, മംഗളവാർത്തയിൽ പരിശുദ്ധ അമ്മയിൽ ഈ വചനം മാംസം ധരിച്ചു. അമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലുമൊക്കെ ഈ വചനം നിറഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയെ കിട്ടുന്നത്. ആ ഈശോയെ പരിശുദ്ധ അമ്മ എൻ്റെ ഹൃദയത്തിലേക്കും നിക്ഷേപിച്ചു. ആ വചനത്തോടൊരാഗ്രഹം വന്നപ്പോൾ ഈ കൊച്ചു കുട്ടികൾ, 2ാം ക്ലാസ്സിലെ കുട്ടികളിലേക്ക് ഒരു +2 കഴിഞ്ഞ സാധാരണ യൂത്തിന് ഈ വചനം പങ്കുവെക്കാൻ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു ശുശ്രൂഷ മേഖലകൾക്ക് ശേഷം പിന്നെ അമ്മ എന്നെ ചേർത്ത് വെച്ചത് എൻ്റെ ഇടവകയിലെ KCYM-ലേക്കായിരുന്നു. KCYM എന്ന സംഘടനയിൽ അവിടെ ചേർന്ന് പ്രവർത്തിക്കാൻ പരിശുദ്ധ അമ്മ ഒരവസരം ഒരുക്കി തന്നു. അപ്പോഴും ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ മാസവും 2nd സാറ്റർഡേ നൈറ്റ് വിസിൽ നടത്താറുണ്ട്. ആ സമയത്തൊക്കെ യുവജനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മാക്സിമം ഒരു 25, അതിനപ്പുറത്തേക്ക് വരാറില്ല. പക്ഷേ ഒരു മാസം അത് മുടങ്ങിപ്പോയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വേദന പരിശുദ്ധ അമ്മ തന്നു. അത് നിന്റെ കുറവ് കൊണ്ടാണ്, നിന്റെ ഒരുക്കമില്ലായ്മ കൊണ്ടാണ്, നിന്റെ വിശുദ്ധി കുറവ് കൊണ്ടാണ് അത് മുടങ്ങിപ്പോയത്. ആ ഒരു ചിന്ത പരിശുദ്ധ അമ്മ എൻ്റെ ഉള്ളിൽ തന്നപ്പോൾ അതിനെ ഒരു നോവ്, ആ വേദനയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അതിനൊരു പരിഹാരം കാണാനുള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ അമ്മ തന്നു. അങ്ങനെ തൊട്ടടുത്ത മാസം 2nd സാറ്റർഡേ നടത്താൻ തീരുമാനിച്ചു. ഈ ഒരു ഗ്യാപ്പിനിടയിൽ മുഴുവൻ കല്ല് നിരത്തി മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി, അതോടൊപ്പം തന്നെ എൻ്റെ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് ഈ വില കൊടുത്ത് ത്യാഗം ഏറ്റെടുത്തുള്ള പ്രാർത്ഥന അപ്പോൾ ഉണ്ടായിരുന്നു. ദിവികാരുണ ഈശോയുടെ അടുത്തൊക്കെ ഈ നിയോഗം സമർപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ യുവജനങ്ങളുടെ എണ്ണം കൂടണം, ഇത്രയൊന്നും വന്നാൽ പറ്റില്ല. രണ്ടാമതായിട്ട്, ഒരു വൈദികനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കൊച്ചച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരച്ഛനെ കൂടി വേണം. ഈ 2 നിയോഗം സമർപ്പിച്ച് ആ ഒരു മാസക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ആ 2nd സാറ്റർഡേ നടത്താൻ പറ്റില്ലെന്ന് കൊച്ചച്ഛൻ പറഞ്ഞു. പെട്ടെന്ന് ഇതുവരെ പ്രാർത്ഥിച്ചതെല്ലാം പാഴായി പോയോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോഴും അതിനും അപ്പുറത്തേക്ക് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടാകും എന്നൊരു ബോധ്യം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. തൊട്ടടുത്ത ശനിയാഴ്ച നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ഒരു വൈദികന് പകരം 3 വൈദികരെ പരിശുദ്ധ അമ്മ അവിടെ എത്തിച്ചു. ആ 3 വൈദികരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ഞാൻ നോക്കിയത് യൂത്തിൻ്റെ എണ്ണത്തിലേക്കാണ്. 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ യൂത്തിൻ്റെ എണ്ണം നോക്കിയപ്പോൾ 30 എനിക്ക് എണ്ണി എത്തിയത്. അപ്പോഴും എൻ്റെ ഉള്ളിലൊരു വിഷമം, ഈശോയെ 25 എന്നുള്ളത് 30 ആക്കി, പക്ഷേ ഇത് പോരാ, ഇനിയും യൂത്ത് വേണം. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി. ആ ജപമാലയിലൊക്കെ പരിശുദ്ധ അമ്മയോട് ഇനിയും യുവജനങ്ങൾ കടന്നു വരണം എന്നൊറ്റ നിയോഗമായിരുന്നു സമർപ്പിച്ചത്.
ജപമാല ചൊല്ലിക്കഴിഞ്ഞ് വീണ്ടും യൂത്തിനെ എണ്ണി നോക്കിയപ്പോൾ അത് 35, 40, 45, 50, അതും കഴിഞ്ഞ് 65 എത്തി. 65 യൂത്ത് ആദ്യമായിട്ട് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നൈറ്റ് വിജിലിന് ഒരുമിച്ച് കൂടി. സത്യത്തിൽ ആ നിമിഷം എൻ്റെ 2 കണ്ണ് നിറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയെ നോക്കി. അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലാതെ ഞാൻ ആ ദേവാലയത്തിൽ നിന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ ഈശോയിൽ നിന്ന് വാങ്ങിത്തരാത്തതായി കിട്ടാത്തതായിട്ട് ഒന്നുമില്ലെന്ന് അന്ന് അമ്മ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ഈ ക്രിസ്തോസ് ഗ്രൂപ്പിൽ നിന്നും എന്നെ YU4C എന്ന കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ അമ്മ ചേർത്ത് വെച്ചു. പാലാ സോണിൽ നിന്നാണ് മറ്റു സോണുകളിലേക്ക് ക്ലാസ് കൊടുക്കാനായിട്ട് യുവജനങ്ങളെ വിളിക്കുന്നത്. അപ്പോഴൊക്കെ പാലാ സോണിൽ നിന്നും അല്പം അകലെയായിരുന്നു ഞാനെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ പറ്റുമ്പോഴെല്ലാം ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ, അവിടെ ചെന്ന് ആ കൂട്ടായ്മയിലായിരിക്കാൻ എനിക്ക് അവസരങ്ങൾ പരിശുദ്ധ അമ്മ ഒരുക്കി തന്നു. അതുകൂടാതെ ഓൺലൈനായിട്ട് മീറ്റിങ്ങുകൾ വെക്കുമ്പോൾ മറ്റ് സോണുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാൻ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന നടത്തുവാൻ, വിശുദ്ധീകരണ പ്രാർത്ഥനകൾ ചെയ്യാൻ, സ്തുതി ആരാധന നടത്താൻ, അങ്ങനെ ഒത്തിരിയേറെ അവസരങ്ങൾ പരിശുദ്ധ അമ്മ ഈ YU4Cയിലൂടെ എനിക്ക് ഒരുക്കി തന്നു. അപ്പോഴെല്ലാം ലിൻസി ചേച്ചി ഒരു ക്ലാസ് എടുക്കണം എന്ന് ചിലപ്പോൾ തലേദിവസമൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോഴും ഒരു മടിയും കൂടാതെ ധൈര്യപൂർവ്വം ഈശോയെ കൊടുക്കാനുള്ളൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഈ ശുശ്രൂഷ മേഖലകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമെന്ന്, നമുക്ക് പറ്റില്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എൻ്റെ ആ 7ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഈ ജപമാല കയ്യിലെടുത്ത് ജപമാല മുറുകെ പിടിച്ച് ഒരു ജപമാല വീതം വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആകെ മാറിയത്. എന്നെ എടുത്ത് പരിശുദ്ധ അമ്മ ഉയർത്തിയത് ഈ ജപമാലയിലൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾക്ക് വേണ്ടി അലയാതെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ജപമാലയിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് പോലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയാണ് നമുക്ക് കൂട്ടുള്ളത്. ഈ അമ്മയെ കൂട്ടുപിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരുമായിട്ട് സുവിശേഷം പങ്കുവെക്കുക എന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷ പ്രഘോഷണത്തിനായി പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അവസരമായിരുന്നു ജീവജ്വാലയിൽ YU4C പാലാ രൂപതയുടെ പേരിൽ ഒരു ആർട്ടിക്കിൾ എഴുതാനുള്ള അവസരം. അവിടെ എനിക്ക് ലഭിച്ച വിഷയവും ഇതുതന്നെയായിരുന്നു, സുവിശേഷ പ്രഘോഷണം നിത്യജീവിതത്തിൽ. അങ്ങനെ ഫെബ്രുവരി മാസത്തെ ജീവജ്വാലയിൽ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മ എന്നെ വഴി നടത്തിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മേഖലകൾ പങ്കുവെക്കാനുള്ള വലിയൊരു അവസരം പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കൊച്ചു കൊച്ചു അവസരങ്ങളിലൂടെ വലിയ വലിയ അവസരങ്ങൾ പരിശുദ്ധ അമ്മ നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി തരുമ്പോൾ അവിടെയെല്ലാം യാതൊരു മടിയും കൂടാതെ ഈശോയെ പങ്കുവെക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ അതൊരിക്കലും എൻ്റെ കഴിവോ എൻ്റെ യോഗ്യത കൊണ്ടോ എന്നിലെ മേന്മ കൊണ്ടോ ഒന്നുമായിരുന്നില്ല. മറിച്ച് ഞാൻ കരങ്ങളിലെടുത്ത ഈ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിച്ചത് കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും, അത് ഏത് ജീവിതാവസ്ഥയിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ അതിന് ആദ്യം ഈ ജപമാല കരങ്ങളിലെടുക്കണം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ ഈ ജപമാല കരങ്ങളിലെടുത്ത് അനുദിനം ജപമാല വ്യക്തിപരമായി ചൊല്ലി പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ അമ്മ നമ്മെ ഈ ലോകത്തിൽ എടുത്തുയർത്തും. അമ്മയുടെ തിരുക്കുമാരനായ ഉണ്ണീശോയ്ക്ക് വേണ്ടി നമ്മളെ മറ്റൊരു സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ മാറ്റും. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.